നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ അനവധി സ്ഥിരീകരിച്ചു വരികയാണ്. ഇതിനോടകം തന്നെ 6000-ൽ പരം പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് കുവൈറ്റിൽ പുതുതായി 109 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 665ആയി ഉയരുകയാണ് ഉണ്ടായത്. എന്നാൽ പുതുതായി രോഗം ബാധിച്ചവരിൽ 79 പേർ ഇന്ത്യൻ പ്രവാസികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതേ തുടർന്ന് UAE, ബഹ്റൈൻ, സൗദി എന്നിവിടങ്ങളിലും പകുതിയിലേറെ പ്രവാസികൾക്ക് കൊറോണ സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ രോഗം ബാധിച്ചവരുമായുള്ള സമ്പർക്കം വഴിയാണ് 79 ഇന്ത്യക്കാർക്കും വൈറസ് പകർന്നത് തന്നെ. സമാനമായ അവസ്ഥ തന്നെയാണ് ഒട്ടുമിക്ക പ്രവാസി ലോകത്തും സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 ഈജിപ്ത് പൗരന്മാർ, 6 ബംഗ്ലാദേശികൾ, 3 പാകിസ്ഥാൻ പൗരന്മാർ, 1 ഫിലിപ്പൈൻ പൗരൻ എന്നിവർക്കും സമ്പർക്കം വഴി കോവിഡ് ബാധിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ 8 കുവൈറ്റ് പൗരന്മാർക്കും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. തിങ്കളാഴ്ച 4 പേർ കൂടി രോഗവിമുക്തി നേടിയതോടെ കോവിഡ് ഭേദമായവരുടെ എണ്ണം 103ആയി ഉയർന്നിരുന്നു. നിലവിൽ 561 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 304 പേർ ഇന്ത്യക്കാരാണ്. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള 20 പേരിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അബ്ദുള്ള അൽ സനദ് പറയുകയുണ്ടായി. എന്നാൽ സമൂഹ വ്യാപനം കണ്ടെത്തിയ ഒമാനിൽ 33 പേർക്ക് മാത്രമാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് മൊത്തം രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 331ആയി ഉയർന്നു. ഇതിൽ മസ്കറ്റ് മേഖലയിൽ ചികിത്സയിലിരുന്ന 2 പേർ മരണപ്പെടുകയുണ്ടായി. 61 പേർ ഇതിനോടകം തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഒമാനിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന രോഗബാധയാണ് തിങ്കളാഴ്ചയിലേത്. 33 കേസുകളിൽ 31 തലസ്ഥാനമായ മസ്കറ്റ് ഗവർണറേറ്റിലാണ് എന്നതാണ് മറ്റൊരു ആശങ്കയുണർത്തുന്ന വാർത്ത. ദാഖിലിയ, ദാഹിറ മേഖലകളിൽ ഓരോരുത്തർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ 75% കോവിഡ് രോഗികളും മസ്കറ്റ് മേഖലയിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.